ദൈവത്തിന് മഹത്വം. എഫേസ്യ ലേഖന പഠനത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു മനോഹരമായ ഒരു പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ എഫെസോസിലുള്ള വിശ്വാസികളുടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തെയും അവരുടെ സ്നേഹത്തെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്ന പൗലോസിന്റെ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നാം പഠിച്ചപ്പോൾ സ്വർഗത്തിലെ ആത്മീകമായ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചത്. മഹത്വകരമായ ആത്മീക അനുഗ്രഹങ്ങളാൽ ദൈവം തന്നെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഈ ആത്മീക അനുഗ്രഹങ്ങളെല്ലാം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് എന്ന് ആ വാക്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അത് മാത്രമല്ല, ഈ ആത്മീക അനുഗ്രഹങ്ങളെല്ലാം അത് നിത്യതയോളം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള ആദ്യ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കളെ ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഉത്ബോധിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ദൈവം തന്റെ മക്കൾക്ക് ഒരുക്കി കൊടുത്ത ആ അത്ഭുതകരമായ അതിശയകരമായ രക്ഷയോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും പൗലോസ് ആഹ്വാനം ചെയ്യുകയാണ്. ഇനി 1-ാം അധ്യായം അതിന്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികൾക്ക് വേണ്ടി കഴിച്ചൊരു പ്രാർത്ഥന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒരു സാരാംശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എഫെസോസിലുള്ള വിശ്വാസികൾ ആ ദൈവത്തെ വ്യക്തിപരമായി കൂടുതൽ അറിയുവാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തങ്ങളുടെ സ്വർഗത്തിലെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ച ദൈവത്തെ വ്യക്തിപരമായി കൂടുതൽ അറിയുവാനും ആ ദൈവവുമായി നല്ലൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ദൈവജനം വരുവാനും തക്കവണ്ണം പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവവുമായി നല്ലൊരു വ്യക്തിപരമായ ബന്ധം നമുക്കുണ്ടാകണമെങ്കിൽ വ്യക്തിപരമായി നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തെ നാം അറിയേണ്ടുന്നത് ആവശ്യമാണ്. ഓർക്കുക, ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുത്ത് ആ സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കുന്നത്. ദൈവത്തിന് നമ്മളെ നന്നായിട്ട് അറിയാം. എന്നാൽ പലപ്പോഴും നമ്മളെ അനുഗ്രഹിച്ച ആ ദൈവത്തെ ശരിയായ നിലയിൽ അറിയുന്നതിൽ നാം പരാജയപ്പെട്ടു പോകാറുണ്ട്. എന്നാൽ ആ ദൈവത്തെ ശരിയായ നിലയിൽ അറിയുവാനും ആ ദൈവിക പരിജ്ഞാനത്തിൽ ദൈവവുമായി ശക്തമായ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വരുവാനും തക്കവണ്ണം പൗലോസ് ഇവിടെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദൈവവുമായി നല്ലൊരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് വരണമെങ്കിൽ ദൈവത്തെ വ്യക്തിപരമായി നാം വളരെയധികം അറിയേണ്ടുന്നത് ആവശ്യമാണ്. അങ്ങനെ വ്യക്തിപരമായി ദൈവത്തെക്കുറിച്ച് ഒരു പരിജ്ഞാനം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കേണ്ടുന്നത് ആവശ്യമാണ്. എങ്ങനെയാണ് ഈ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കുന്നത്? അതൊരിക്കലും ധ്യാനത്തിൽ കൂടിയോ ഒരു പ്രത്യേക വിഷനിൽ കൂടിയോ ഒന്നും നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമല്ല ഈ പ്രകാശനം എന്ന് പറയുന്നത്. നമ്മുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കണമെങ്കിൽ ആ പ്രകാശനം അത് ദൈവത്തിൽ നിന്ന് നമ്മളിലേക്ക് വരണം. ദൈവം നമുക്ക് പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുമ്പോഴാണ് ആ ദൈവവചനം പരിചയപ്പെടുത്തി തരുന്ന ദൈവത്തെ വ്യക്തിപരമായി നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത്. മാനുഷികമായ ബുദ്ധിയിൽ കൂടിയോ മാനുഷികമായ വഴികളിൽ കൂടിയോ ഒന്നും അന്വേഷിച്ചാൽ നമുക്ക് ദൈവത്തെ കൂടുതലായി അറിയുവാൻ സാധിക്കത്തില്ല. ദൈവം തന്നെ അവനെ നമുക്ക് വെളിപ്പെടുത്തി തരണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കുമ്പോൾ ആ ദൈവത്തെ വ്യക്തിപരമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ദൈവം നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിക്കാതെ ദൈവത്തെ വ്യക്തിപരമായി നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുകയില്ല. ക്രിസ്തീയ വിശ്വാസത്തെ മറ്റ് വിശ്വാസങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇതാണ്: നമുക്ക് ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും. എന്നാൽ വ്യക്തിപരമായ ഒരു ബന്ധത്തിന്, ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിന് മറ്റു വിശ്വാസങ്ങളൊന്നും അധികം പ്രാധാന്യം നൽകുന്നില്ല. ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്നത് തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ബന്ധമാണ്. നമ്മൾ ദൈവശാസ്ത്രപരമായി സംസാരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ അസ്തിത്വത്തെ കുറിക്കുന്ന
രണ്ട് വാക്കുകൾ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നൊരു വാക്കാണ്, മറ്റൊരു ഇമ്മനൻസ് എന്ന് പറയുന്നൊരു വാക്കാണ്. ട്രാൻസെൻഡൻസ് എന്ന് പറഞ്ഞാൽ സകലത്തിലും അതീതമായത്, സകലത്തെയും കവിയുന്നത് എന്നാണ് അർത്ഥം. ഇമ്മനൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തിരിക്കുന്നത് എന്നാണ് അർത്ഥം. എന്താണ് ഇതുകൊണ്ട് വചനത്തിൽ കൂടി, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വചനം എന്താണ് പറയുന്നത്? ട്രാൻസെൻഡൻസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്റെ എല്ലാ സൃഷ്ടികളെക്കാളും അതീതമാണ്. ദൈവം തന്റെ സൃഷ്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. ഒരിക്കലും മാനുഷികമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ദൈവത്തെ അളക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഈ ലോകത്തിലുള്ള ഏതെങ്കിലും ഒരു വസ്തു എടുത്തുകൊണ്ട് ദൈവം ഇങ്ങനെയാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം ദൈവം ഈ ഭൂമിയിലെ എല്ലാ സൃഷ്ടികളെക്കാൾ അതീതനാണ്. സൃഷ്ടാവ് എപ്പോഴും സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാണ്. അപ്പോൾ നമുക്കൊരിക്കലും ദൈവത്തെ ഒരു സയൻസ് ലാബിലെ ടെസ്റ്റ് ട്യൂബിൽ തെളിയിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം തന്റെ സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനായി അതിനെയെല്ലാം അതീതനായി നിൽക്കുന്ന ദൈവത്തെയാണ് വചനം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്നാൽ അതേസമയം തന്നെ ദൈവം നമ്മളോട് അടുത്തിരിക്കുന്ന ഒരു ദൈവമാണെന്നും വചനം പഠിപ്പിക്കുകയാണ്. അതിനാണ് ഇമ്മനൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ദൈവം നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുകയാണ്. മനുഷ്യനുമായി ദൈവം ഒരു വ്യക്തിപരമായ ബന്ധം ആഗ്രഹിക്കുന്നു. ഒരു സമയത്ത് തന്നെ സകല സൃഷ്ടികളെക്കാളും അതീതനായി നിൽക്കുന്ന ദൈവം തന്റെ സൃഷ്ടികളോട് ഏറ്റവും അടുത്തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഇതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തികൾ 17-ാം അധ്യായം അതിന്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അഥേനയിൽ പൗലോസ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസ് ഇങ്ങനെ പറയുകയാണ്: ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകിയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ എല്ലാത്തെയും സൃഷ്ടിച്ച ദൈവത്തെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ മന്ദിരത്തിലോ നമുക്ക് ഒതുക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം അവൻ തന്റെ സകല സൃഷ്ടികളെക്കാളും അതീതനാണ്. ദൈവത്തിന് തന്റെ സൃഷ്ടികളുടെ സഹായം ആവശ്യമില്ല അവന് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം. മനുഷ്യർ ശുശ്രൂഷിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവമല്ലാതെ ആകുന്നില്ല. ദൈവത്തിന് ആരുടെയും സഹായം ആവശ്യമില്ല. തന്റെ സൃഷ്ടികൾക്കുള്ളിൽ നമുക്ക് ദൈവത്തെ പരിമിതപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തില്ല. എല്ലാ സൃഷ്ടികളെക്കാൾ ശ്രേഷ്ഠനാണ് സ്വർഗത്തിലെ ദൈവം. അതിനെല്ലാം ദൈവം അതീതനാണ്. അവനാണ് സകല സൃഷ്ടികളുടെയും നിലനിൽപ്പിന്റെ ആധാരം എന്ന് പറയുന്നത്. ലോകവും അതിലെല്ലാം ഉണ്ടാക്കിയത് ആ സ്വർഗത്തിലെ ദൈവമാണ്. ഇതിന്റെ എല്ലാം അധിപൻ സ്വർഗത്തിലെ ദൈവമാണ്. എന്നാൽ വീണ്ടും 27 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്: അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സ്വർഗത്തിനും ഭൂമിക്കും അതീതനായ ദൈവം, സകല സൃഷ്ടികളെ ഉടയവനായ ദൈവം, തന്റെ സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനായ ദൈവം, ആ ദൈവത്തെക്കുറിച്ച് പറയാണ്: അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നവനല്ല താനും. ആ ദൈവത്തെ നാം അവന്റെ സൃഷ്ടികൾ അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നാം ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ളത് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ ഒരേ സമയം തന്നെ തന്റെ സൃഷ്ടികളിൽ നിന്ന് അകന്നിരിക്കുകയും അതേസമയം ആ സൃഷ്ടികളോട് അടുത്തിരിക്കുകയും ചെയ്യുന്ന ദൈവം, സകലത്തിനും അതീതനായി നിൽക്കുന്ന ദൈവം, ആ സൃഷ്ടികൾക്കുള്ളിലേക്ക് കടന്നു വന്ന് തന്നെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം. ഇങ്ങനെ ദൈവത്തിന്റെ അസ്തിത്വം ഒരേ സമയം രണ്ട് നിലകളിൽ നിൽക്കുന്നതായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഒരിടത്ത് സകലത്തിനും അതീതനായ ദൈവത്തെ കാണുന്നു, എന്നാൽ നമ്മളോട് അടുത്തിരിക്കുന്ന ദൈവത്തെയും വചനം പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ നമ്മൾ 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ ദൈവം എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി ചെയ്തത്. ദൈവം നമ്മളെ തെരഞ്ഞെടുക്കുന്നു ആ രക്ഷയ്ക്ക് വേണ്ടി. അങ്ങനെ രക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി അവൻ വീണ്ടെടുക്കുന്നു. എന്നിട്ട് അവന്റെ നിത്യതയോളം അവന്റെ പദ്ധതികളൊക്കെയും നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. അത് മാത്രമല്ല, അവൻ നമ്മളെ വീണ്ടെടുത്തത് അവകാശത്തിന് വേണ്ടിയാണ്. ആ അവകാശം പ്രാപിക്കുന്നത് വരെയും പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ട് ദൈവം കാക്കുകയാണ്.
ഇങ്ങനെ ദൈവം തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നാൽ ഇതെല്ലാം തന്റെ സൃഷ്ടികളിൽ നിന്ന് മാറി നിന്ന് ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമുക്ക് 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. കാരണം നമ്മളെയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ, നാമൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം തന്റെ പദ്ധതിയിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുകയും വീണ്ടെടുക്കുകയും എല്ലാം ആ ലോകസ്ഥാപനത്തിന് മുന്നമേ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, സൃഷ്ടിപ്പിനും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവം ഈ പറഞ്ഞ തിരഞ്ഞെടുക്കുക, നമ്മളെ രക്ഷിക്കുക, നമ്മളെ വീണ്ടെടുക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ മനുഷ്യന്റെ ജീവിതഗതി മാറുന്നതിനനുസരിച്ച് അവന്റെ ഈ പറഞ്ഞ പ്രവൃത്തികളൊന്നും മാറ്റം വരുന്നില്ല. മനുഷ്യന്റെ പ്രതികരണം നോക്കിക്കൊണ്ടല്ല ദൈവം അവനെ തിരഞ്ഞെടുക്കുന്നത്. മനുഷ്യൻ എങ്ങനെ ദൈവത്തോട് പ്രതികരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല ദൈവം മനുഷ്യനെ ക്രിസ്തുവിൽ വീണ്ടെടുക്കുന്നത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനുള്ളവരെ വിളിച്ച് വേർതിരിക്കുകയാണ്, അവരെ തിരഞ്ഞെടുത്ത് രക്ഷാപദ്ധതിക്ക് വേണ്ടി ഒരുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവ പദ്ധതി അത് ആ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ ആരംഭിച്ചു, നമ്മുടെ രക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ദൈവിക പദ്ധതികൾ. അപ്പോൾ സൃഷ്ടികൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് 1-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 1-ാം അധ്യായം 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അടുക്കിലേക്ക് കടന്നു വരുവാനും അവരുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ ഇരിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ വ്യക്തിപരമായി ദൈവത്തെ അനുഭവിച്ചറിയണം എന്നുള്ളതാണ് ആ 15 മുതൽ 23 വാക്യങ്ങളിൽ കൂടി ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത്. കാരണം ആ ദൈവം നമ്മളോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു ദൈവമാണ്. ഒരേ സമയത്ത് തന്നെ സൃഷ്ടികൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അതേസമയം തന്റെ സൃഷ്ടികളോട് അടുത്തിരിക്കുന്ന ഒരു ദൈവത്തെയും ഈ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം എഫെസോസിലുള്ള തന്റെ ജനത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ തെളിവ് അവരുടെ ജീവിതത്തിൽ കൂടി വെളിവാകുന്നു എന്നുള്ളതാണ് പൗലോസ് പറയുന്നത്. ദൈവം എഫെസോസിലുള്ള ജനത്തെ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസവും തങ്ങളുടെ ആത്മീക സഹോദരന്മാരോടുള്ള അവരുടെ സ്നേഹത്തിൽ കൂടിയാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് അവിടെ പ്രകടമായി തീരുന്നത്. അല്ലെങ്കിൽ അവരുടെ വിശ്വാസവും സ്നേഹവും ദൈവം അവരെ തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ തെളിവായിട്ട് നമ്മുടെ മുമ്പിൽ പൗലോസ് വരച്ചു കാണിക്കുകയാണ്. അതാണ് 15-16 വാക്യങ്ങൾ വായിക്കുന്നത്. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തു എന്റെ പ്രാർത്ഥനയിൽ എന്ന് പൗലോസ് 15-16 വാക്യങ്ങളിൽ പറയുകയാണ്. അപ്പോൾ പൗലോസ് എന്തിനു വേണ്ടിയാണ് എഫെസോസിലുള്ള ജനത്തെ ഓർത്ത് ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നത്? ഒന്ന്, അവർക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെ കണ്ടുകൊണ്ട്; 2, അവർക്ക് സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെക്കുറിച്ച് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കൂടി ദൈവം അവരെ തെരഞ്ഞെടുത്തു എന്നുള്ളത് വളരെ വ്യക്തമായി പൗലോസിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരികയാണ്. അപ്പോൾ ഈ വാക്യങ്ങളിൽ പൗലോസ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയുടെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ദൈവം ഒരു വ്യക്തിയെ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ തെളിവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ കൂടി പ്രവർത്തികളിൽ കൂടി വെളിപ്പെടുകയാണ്. അപ്പോൾ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികളെ ഓർത്ത് സ്തുതിക്കുന്നതിന്റെ കാരണം അവരുടെ ജീവിതത്തിൽ കൂടി യേശുവിലുള്ള വിശ്വാസം പൗലോസിന്റെ മുമ്പിൽ പ്രകടമായി തീർന്നു. അതുപോലെ തന്നെ ആ യേശുവിനോടുള്ള സ്നേഹം തങ്ങളുടെ ആത്മീക സഹോദരന്മാരോട് കാണിച്ച സ്നേഹത്തിൽ കൂടി പൗലോസിന് വെളിപ്പെട്ടു. അപ്പോൾ നമ്മുടെ ജീവിത രീതിയിൽ കൂടി നമ്മുടെ പ്രവൃത്തികളിൽ കൂടിയാണ് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം ഈ ലോകത്തിന് മുമ്പിൽ പ്രദർശിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. എഫെസോസ് സഭയിലുള്ള വിശ്വാസികൾക്ക് യേശു ക്രിസ്തുവിലുള്ള ആ അടിയുറച്ച വിശ്വാസവും അതുപോലെ തന്നെ ആത്മീക സഹോദരന്മാരോട് അവർ കാണിക്കുന്ന സ്നേഹവും ദൈവം അവരെ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവായിട്ട് പൗലോസ് നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിന് സമാനമായ ഒരു സംഗതി തെസ്സലോനിക്യ സഭയെക്കുറിച്ച് പൗലോസ് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും.
തെസലോനിക്കയിലുള്ളവരെ കുറിച്ച് 1 തെസലോനിക്കർ 1-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരിക്കുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. ഇവിടെ പൗലോസ് 1-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. തെസലോനിക്കയിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഉത്തമമായ ബോധ്യമുണ്ടല്ലോ. എന്തിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തത് എന്നുള്ളത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, തെസലോനിക്കയിലുള്ള വിശ്വാസികൾ, ദൈവമക്കൾ, അവർ എങ്ങനെയാണ് സുവിശേഷത്തോട് പ്രതികരിച്ചത്, അതാണ് ദൈവം അവരെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. പൗലോസ് പറയുകയാണ്, തെസലോനിക്കയിലുള്ള വിശ്വാസികൾ അവർ കർത്താവിന്റെ നല്ല അനുകാരികളായി തീർന്നു. അങ്ങനെ അവർ കർത്താവിന്റെ നല്ല അനുകാരികളായി തീർന്നു എന്നുള്ളതിന്റെ തെളിവ് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടത്? അവർ ക്രിസ്തുവിന് അനുകാരികളായി തീർന്ന് ആ ക്രിസ്തുവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ജീവിതത്തിൽ കൂടി പ്രദർശിപ്പിക്കുന്നവരായി തീർന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ വെളിപ്പെടുന്നത് നമ്മളുടെ ജീവിത രീതിയിൽ കൂടിയാണ്. മറ്റുള്ളവർ നമ്മളിൽ ക്രിസ്തുവിനെ കാണുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവിനനുസരിച്ചാണ് നാം ജീവിക്കുന്നതെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരു വ്യക്തിയിൽ ഉണ്ട് എങ്കിൽ അത് അവന്റെ ജീവിത രീതിയിൽ കൂടി, അവന്റെ ജീവിതചര്യയിൽ കൂടി അത് വെളിപ്പെടുകയാണ്. അങ്ങനെ ദൈവവചനത്തിന് ഒരുവൻ കീഴ്പ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ക്രിസ്തുവിന് അനുകാരിയായി ജീവിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പറയുവാൻ സാധിക്കും, ആ വ്യക്തി ദൈവത്താൽ രക്ഷയ്ക്കു വേണ്ടി യഥാർത്ഥമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത്. കാരണം വിശ്വാസം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. അപ്പോൾ നമ്മുടെ രക്ഷയും നമ്മുടെ വിശ്വാസവും ഒക്കെ വെളിപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടിയാണ്. അവിടെ പൗലോസ് പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് പൗലോസ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം. നമ്മൾ ദൈവത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതല്ല, ദൈവമാണ് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ദൈവം നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കുമ്പോഴാണ് ആ രക്ഷയുടെ അടയാളമായ ആ വിശുദ്ധ ജീവിതം നമ്മളിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ ഇവിടെ തെസലോനിക്ക സഭയിലുള്ള ആളുകളുടെ ജീവിതത്തിൽ കൂടി എങ്ങനെയാണ് ദൈവം അവരെ തെരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നമ്മൾ അതിന് കാണുന്ന ചില അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പൗലോസ് പറയുന്ന 1 തെസലോനിക്കർ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും. അപ്പോൾ ദൈവം അവരെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അവർ സുവിശേഷവുമായി കടന്നു വന്ന അപ്പോസ്തലന്മാരെ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ദൈവവചനവുമായി ഒരു വ്യക്തി നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ എങ്ങനെ കൈക്കൊള്ളുന്നു എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആ പൗലോസ് അവരോട് സംസാരിച്ച വചനത്തെ അവരുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുകയാണ്. അല്ലെങ്കിൽ തങ്ങളുടെ അടുക്കിലേക്ക് ദൈവവചനവുമായി വന്ന പൗലോസിനെ അവർ എങ്ങനെയാണോ സ്വീകരിച്ചത്, അത് അവരുടെ ജീവിതത്തിൽ ദൈവിക തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയൊരു അടയാളമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പൗലോസ് തെസലോനിക്കയിലായിരുന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നോക്കുക, അവർ തെസലോനിക്കയിലേക്ക് വരുന്നതിന് മുമ്പ് അവർ ഫിലിപ്പയിലായിരുന്നു. ഫിലിപ്പയിൽ വെച്ച് അവർ അനേക പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയി. അവർ സുവിശേഷം നിമിത്തം തടവിലായി തീരുന്ന അവസ്ഥയൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഇനി നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് തെസലോനിക്കയിൽ എത്തിയതിനു ശേഷം അവിടെ പ്രസംഗിച്ചത് സിനഗോഗിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ പള്ളിയിൽ വെച്ചാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 17-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കാം. അവർ ആംഫിപോലിസിലും അപ്പോലോനിയയിലും കൂടി
കടന്ന് തെസ്സലോനിക്കയിലെത്തി. അവിടെ യഹൂദന്മാരുടെ ഒരു പള്ളി ഉണ്ടായിരുന്നു. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്ന് 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകൾ ആധാരമാക്കി അവരോട് വാദിച്ചു. അപ്പോൾ പൗലോസ് ചെന്ന് സിനഗോഗിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ പള്ളിയിൽ നിന്നാണ് എന്ത് ചെയ്തത്? കർത്താവിന്റെ സുവിശേഷം പ്രസംഗിച്ചത്. അവിടെ 3 ശബ്ദങ്ങളിലാണ് പൗലോസ് ആ സുവിശേഷം എന്ത് ചെയ്തത്? സിനഗോഗിൽ നിന്ന് പ്രസംഗിച്ചതെന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെ പൗലോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസിനെതിരെ വലിയൊരു പൗലോസിനെതിരായിട്ട് ആളുകൾ കടന്നു വരികയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പൗലോസിന് വലിയൊരു എതിർപ്പ് നേരിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ വലിയ എതിർപ്പ് നേരിട്ടപ്പോൾ അവർ ബെരോവയിലേക്ക് പോകുവാനായിട്ട് നിർബന്ധിതരായി തീർന്നു. അവർക്ക് പിന്നീട് അധികം കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ലോകപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ, ലോകത്തിന്റെ മാനദണ്ഡ പ്രകാരം തെസ്സലോനിക്കയിലുള്ള പൗലോസിന്റെ ആ ഒരു പ്രവർത്തനത്തെ വിലയിരുത്തുകയാണെങ്കിൽ അതൊരിക്കലും വിജയകരമായ ഒരു പ്രവർത്തനമായിരുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മൾ ലോകത്തിന്റെ മാനദണ്ഡം അനുസരിച്ച് ആ പൗലോസിന്റെ അവിടുത്തെ ആ സുവിശേഷ വേല അളക്കുകയാണെങ്കിൽ. എന്നാൽ ദൈവം അതിനെ അളക്കുമ്പോൾ, ദൈവം അതിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ലോകത്തിന്റെ മാനദണ്ഡത്തിനും അതീതമാണ് ദൈവത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. അവന്റെ സ്റ്റാൻഡേർഡ് എല്ലാം ലോകത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിന്നും വ്യത്യസ്തമാണ്. ദൈവത്തിന്റെ പദ്ധതിയിൽ നോക്കുമ്പോൾ തെസ്സലോനിക്കയിലുള്ള പൗലോസിന്റെ പ്രവർത്തനം വളരെ വിജയകരമായിരുന്നു. അവിടെ അവൻ വളരെ എതിർപ്പ് നേരിട്ട് ബെരോവയിലേക്ക് പോകേണ്ടി വന്നുവെങ്കിൽ പോലും അവിടെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനം അവർ കർത്താവിനെ അറിയുകയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും ചെയ്ത് അവിടെ ഒരു സഭ രൂപീകരിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നോക്കുക, പൗലോസിന്റെ അവിടെ ഉള്ള പ്രവർത്തനം വളരെ ചെറിയൊരു കാലഘട്ടത്തെ പ്രവർത്തനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് അവിടുന്ന് നിരാശരായി പോരേണ്ടി വന്ന് പല പ്രശ്നങ്ങൾ നേരിട്ടു. അവർ നഗരത്തിന് പുറത്തേക്ക് അവർ വലിച്ചിഴക്കപ്പെട്ടു. അവിടെ അവർക്ക് പലരും എതിരായിട്ട് വന്നു. അവർ ബെരോവയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. ഇങ്ങനെയുള്ള പല എതിർപ്പുകളും പ്രശ്നങ്ങളും പരാജയങ്ങളും ഒക്കെ നേരിട്ടുവെങ്കിലും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനം അവിടെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാനായിട്ട് ഇടയായി തീർന്നു. അവർ കർത്താവിനെ സ്വീകരിച്ച് രക്ഷാപദ്ധതിയിൽ ഭാഗമായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ നോക്കുക, ഒരു കൂട്ടം ജനം എന്ത് ചെയ്യുകയാണ്? അപ്പോസ്തലന്മാരുടെ വചനം കേട്ട് കർത്താവിനെ അവരുടെ രക്ഷിതാവായി സ്വീകരിക്കുകയാണ്. അതിന്റെ ഫലമായി അവിടെ ഒരു ശക്തമായ ഒരു സഭ രൂപീകരിക്കപ്പെടുകയാണ്. അപ്പോൾ എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായാലും ദൈവവചനം സത്യമായിട്ട് പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവിടെ കർത്താവിന് വേണ്ടി മുൻപോട്ട് വരിക തന്നെ ചെയ്യും. നമ്മൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, മാനുഷിക മാനദണ്ഡങ്ങൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം പ്രസംഗിക്കുന്നത്. നമ്മുടെ കഴിവോ മിടുക്കോ വാക്കുകളുടെ പ്രാഗൽഭ്യമോ ഒന്നുമല്ല ഒരുവനെ രക്ഷയിലേക്ക് നയിക്കുന്നത്. ദൈവം ഒരുവന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കാതെ അവന് ആ വചനത്തെ ഉൾക്കൊള്ളുവാനും യേശുവിനെ അറിയുവാനും സാധിക്കത്തില്ല. ദൈവം തെരഞ്ഞെടുക്കാതെ ഒരുവനും രക്ഷയിലേക്ക് വരുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രസംഗത്തിനും അപ്പുറമായി പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാണ്. അവൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആ കർത്താവിലേക്ക് വരിക തന്നെ ചെയ്യും. അതിനാർക്കും തടസ്സം നിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ സുവിശേഷത്തിൽ കൂടി പ്രകടമാകേണ്ടുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയായിരിക്കണം. ആ ദൈവവചനത്തിൽ കൂടി പ്രവർത്തിക്കുന്നത് അത് ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് നമ്മുടെ കഴിവിനും അപ്പുറമായിട്ടാണ് ദൈവം ജനത്തിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ അവർ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീരും. രണ്ടാമതായിട്ട് നാം ഈ തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി തെസ്സലോനിക്കയിൽ വെളിപ്പെട്ടു. എങ്ങനെ? അവിടെ രക്ഷിക്കപ്പെട്ടത് ജാതീയരായ ആളുകളാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി തെസ്സലോനിക്കയിൽ വെളിപ്പെട്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് ജാതീയരായ അനേക ആളുകൾ കർത്താവിനെ അറിഞ്ഞു എന്നുള്ളതാണ്. 9-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ
എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചുവെന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. നോക്കുക, വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ജനം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നു. എങ്ങനെ? അവർ ദൈവവചനം കേട്ടപ്പോൾ, പൗലോസിൽ നിന്ന് സുവിശേഷം കേട്ടപ്പോൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 3 ശബ്ബത്തുകൾ പൗലോസ് എവിടെയാണ് പ്രസംഗിച്ചത്? യഹൂദന്മാരുടെ ദേവാലയത്തിൽ. പൗലോസ് കൂടുതൽ ഇടപെട്ടതും യഹൂദന്മാരോടായിരുന്നു. അവൻ കൂടുതൽ സമയം ചെലവഴിച്ചത് ആ യഹൂദന്മാരുടെ പള്ളിയിലായിരുന്നു. എന്നാൽ അവിടെ രക്ഷിക്കപ്പെട്ടത് ജാതീയരായ ആളുകളായിരുന്നു. ഒരിക്കലും ഈ യഹൂദന്മാരുടെ പള്ളിയിൽ ജാതീയരായ ആളുകൾ കടന്നു വരത്തില്ല. അപ്പോൾ പൗലോസിന്റെ തെസ്സലോനിക്കയിലുള്ള പ്രവർത്തനം പ്രധാനമായിട്ട് യഹൂദന്മാരുടെ ഇടയിലായിരുന്നുവെങ്കിലും രക്ഷിക്കപ്പെട്ടത് വിഗ്രഹാരാധികളായ ജാതികളായിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു. അവർ യഹൂദന്മാർ ആയിരുന്നില്ല. അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദൈവം തിരഞ്ഞെടുക്കുന്നവരാണ് ആ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നത്. പൗലോസ് യഹൂദന്മാരോട് പ്രസംഗിച്ചുവെങ്കിലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജാതീയരായ ആളുകളാണ് രക്ഷിക്കപ്പെട്ടത്. നമ്മുടെ പ്രവൃത്തികൾക്കും അപ്പുറമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അപ്പോൾ പൗലോസ് യഹൂദന്മാരോടാണ് കൂടുതൽ സമയം പ്രസംഗിച്ചതെങ്കിലും രക്ഷിക്കപ്പെട്ടവരിൽ ഏറ്റവും കൂടുതൽ ജാതീയരായ ആളുകളായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു അടയാളം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് തെസ്സലോനിക്ക സഭയിൽ ദൈവം തെരഞ്ഞെടുത്തവർ അവർ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. യഹൂദന്മാർ ദൈവത്തിന്റെ ജനമായിരുന്നെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആ കർത്താവിനെ തെസ്സലോനിക്കയിൽ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർ കർത്താവിനെ അംഗീകരിക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റവും വരത്തില്ല. നമ്മൾ ചെയ്യുന്നതിനും അപ്പുറമായിട്ടാണ് ദൈവത്തിന്റെ പ്രവർത്തികൾ സംഭവിക്കുന്നത്. മൂന്നാമതായിട്ടുള്ള കാര്യം, അവിടെ തെസ്സലോനിക്ക സഭയിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുന്നത്? ഒരു മൂന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ആ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ ദൈവവചനത്തോട് കാണിച്ച സ്നേഹവും ദൈവവചനത്തെക്കുറിച്ചുള്ള അവരുടെ എരിവിൽ കൂടിയും ദൈവത്തിന് അവരുടെ മേലുള്ള തെരഞ്ഞെടുപ്പ് പ്രകടമാകുകയാണ്. 1 തെസ്സലോനിക്കർ 1:8 വായിക്കുന്നു, നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോനിയയിലും അക്കായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മറ്റ് ദേശങ്ങളിലേക്ക് എന്ത് ചെയ്തു? കടന്നു ചെല്ലുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ദൈവവചനം നാം പ്രസംഗിക്കുമ്പോൾ അത് ദൈവവചനത്തോടും ദൈവത്തോടുമുള്ള സ്നേഹത്തിൽ നിന്നാണ് നമുക്ക് ദൈവവചനം മറ്റുള്ള മുമ്പിൽ പ്രസംഗിക്കുവാനായിട്ട് സാധിക്കുന്നത്. എപ്പോഴും മക്കളാണ് തങ്ങളുടെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുകയും അവരെ അനുസരിക്കുകയും ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ദൈവ മക്കൾക്കാണ് ദൈവവചനത്തിന് കീഴടങ്ങിയിരിക്കുവാനും ആ ദൈവവചനം മറ്റുള്ളവരോട് പ്രസംഗിക്കുവാനും സാധിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. എങ്ങനെ? അവർ ദൈവവചനത്തിന് കീഴ്പ്പെട്ടിരുന്ന് ആ ദൈവവചനം മറ്റ് ദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് വേണ്ടി അവർ തങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. അപ്പോൾ ദൈവവചനത്തോട് ഒരു വ്യക്തി കാണിക്കുന്ന സ്നേഹത്തിൽ കൂടി ആ എരിവിൽ കൂടി ആ വ്യക്തി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാലാമത്തതായിട്ടുള്ള കാര്യം, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് നമ്മുടെ സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് ഉള്ള സാക്ഷ്യമാണ്. 1 തെസ്സലോനിക്കർ 1:6-7 വാക്യങ്ങൾ പറയുകയാണ്, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അക്കായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. അവരുടെ കഷ്ടതകളിലും അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായി തീർന്നു. അപ്പോൾ മാതൃകയുള്ളൊരു ജീവിതം, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലുള്ള ഒരു ജീവിതം, അത് നമ്മുടെ രക്ഷയുടെ ഏറ്റവും വലിയൊരു അടയാളമാണ്. ദൈവം നമ്മളെ രക്ഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. ഇവിടെ തെസ്സലോനിക്കയിലുള്ള വിശ്വാസികൾ കഷ്ടതയുടെ മധ്യത്തിലും സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അപ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അവർ വചനം കൈക്കൊള്ളുക മാത്രമല്ല,
ആ ദൈവവചനം സംസാരിച്ച പൗലോസിനും കർത്താവിനും അനുകാരികളായിട്ട് അവർ ജീവിക്കുകയാണ്. മാതൃകയുള്ള ഒരു ജീവിതം അവർ മുൻപോട്ട് നയിക്കുകയാണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അവർ ദൈവവചനത്തിനനുസരിച്ച്, സുവിശേഷത്തിനനുസരിച്ച് അവരുടെ ജീവിതം അത് ക്രമപ്പെടുത്തിയപ്പോൾ അവർ മക്കദോനിയയിലും അക്കായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. അപ്പോൾ ദൈവം തെസ്സലോനിക്കയിലുള്ള ഒരു കൂട്ടം ആളുകളെ രക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. അവരുടെ മേലുള്ള ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് അവരുടെ ജീവിതത്തിൽ കൂടി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ തെളിവുകൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ വെളിപ്പെടും. എന്താണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്? ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ഒരു വ്യക്തി മുൻപോട്ട് ജീവിക്കുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി മറ്റുള്ളവർ മുമ്പിൽ വെളിപ്പെടുന്നത്. അത് നമ്മൾ പുറമെ കാണിക്കുന്ന ഒന്നും തന്നെയല്ല. ക്രിസ്തുവിന് അനുകാരികളായി ജീവിക്കുന്ന ഒരു അനുഭവമാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളെ വെളിപ്പെടുക എന്നുള്ളത് നമുക്ക് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ദൈവവചനത്തിനും ദൈവാത്മാവിനും കീഴടങ്ങി ജീവിക്കുന്ന ഒരു വ്യക്തി അവൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. രണ്ടാമതായിട്ട് ഗോഡ്സ് ചൂസിംഗ് ഓഫ് ദം വാസ് എവിഡന്റ് ഇൻ ദെയർ സീൽ ഫോർ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തോട് ഒരുവൻ കാണിക്കുന്ന സ്നേഹവും എരിവും ദൈവം അവനെ രക്ഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ തെളിവാണ്. മൂന്നാമതായിട്ട് ദെയർ ടെസ്റ്റിമണി, മറ്റുള്ളവർക്ക് ഒരു വ്യക്തിയെക്കുറിച്ചുള്ള സാക്ഷ്യം അവന്റെ തെരഞ്ഞെടുപ്പിന്റെ തെളിവാണ്. നാലാമതായിട്ട് ദെയർ റിസപ്ഷൻ ഓഫ് ദ അപ്പോസിൽസ് ആൻഡ് ദ അൺയൂഷ്വൽ വേ ഇൻ വിച്ച് ദേ വർ കൺവേർട്ടഡ് ടു ക്രൈസ്റ്റ്. സുവിശേഷവുമായി കടന്നു വന്ന അപ്പോസ്തലന്മാർ അവർ സ്വീകരിച്ചതും വ്യത്യസ്തമായ നിലയിൽ, ആശ്ചര്യമായ നിലയിൽ അവിടെയുള്ള ആളുകൾ കർത്താവിലേക്ക് തിരിയുവാനിടയായി തീർന്നതുമായ ഒരവസ്ഥ അത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതിന്റെ വലിയ തെളിവാണ്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാരോടാണ് കൂടുതൽ സമയം പ്രസംഗിച്ചതെങ്കിലും ജാതികളാണ് കൂടുതലായി അവിടെ കർത്താവിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഇതിൽ കൂടിയെല്ലാം ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് നമ്മുടെ മുമ്പിൽ പ്രസിദ്ധമാക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകളിൽ 1-ാം അധ്യായം 15-16 വാക്യങ്ങളെ കുറിച്ച് നാം വിശദമായിട്ട് ചിന്തിക്കുന്നതാണ്. ഇപ്പോൾ നാം പൗലോസിന്റെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ചില ആമുഖമായ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ചിന്തിച്ചത്. തുടർന്ന് പൗലോസിന്റെ പ്രാർത്ഥന നാം വിശദമായിട്ട് പഠിക്കുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.